പ്രതിഷേധമാണ് ഈ ഒരു വിഷയത്തിൽ ഉയരുന്നത് എന്നുള്ളതാണ്. കോട്ടയം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ കെട്ടിടം തകർന്നു വീണ ഒരു സ്ത്രീയുടെ മരണം ഉണ്ടായതിനു പിന്നാലെ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ടാണ് പ്രതിഷേധം ഉയരുന്നത്. മന്ത്രി രാജിവെച്ചേ തീരൂ എന്നുള്ള ആവശ്യം തന്നെയാണ് ആരോഗ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് തിരുവനന്തപുരത്ത് ഇപ്പോൾ KSU പ്രവർത്തകരുടെ മാർച്ചാണ്. KSU പ്രവർത്തകർ, അതുപോലെ തന്നെ യൂത്ത് ലീഗ്, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെല്ലാം സംസ്ഥാനത്തുടനീളം കോഴിക്കോട് വരെ വലിയ തരത്തിലുള്ള പ്രതിഷേധം ഉയർത്തുന്നുണ്ട്. നിലവിൽ ഇപ്പോൾ കാണുന്നത് തലസ്ഥാനത്ത് KSU പ്രവർത്തകർ ആരോഗ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് നടത്തുന്ന മാർച്ചാണ്. ഇത്തരം പ്രതിഷേധമെല്ലാം വലിയ തരത്തിൽ സംഘർഷഭരിതമാകുന്നുണ്ട്. പോലീസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നുണ്ട്. ആരോഗ്യമന്ത്രി രാജിവെക്കണമെന്ന മുദ്രാവാക്യം ഉയർത്തി തന്നെയാണ് പ്രതിഷേധക്കാർ പ്രതിഷേധവുമായി രംഗത്ത് എത്തുന്നത്. അണ പൊട്ടുകയാണ് പ്രതിഷേധം സംസ്ഥാനത്തൊട്ടാകെ. ഈ ഒരു വിഷയത്തിൽ അസാധാരണമായിട്ടുള്ള ഒരു സാഹചര്യമാണ് സംസ്ഥാനത്തുണ്ടായിരിക്കുന്നത്. ഒരു മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ കെട്ടിടം തകർന്നു വീഴുക, അതിനുള്ളിൽ ഒരു സ്ത്രീ കുടുങ്ങുക, അവരുടെ ജീവൻ നഷ്ടമാകുക എന്നുള്ളത്, കൂട്ടിരിപ്പുകാരിയായി വന്നിരിക്കുന്ന ഒരു സ്ത്രീയുടെ ജീവനാണ് നഷ്ടമായത്. അതിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധം ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഗുരുതരമായ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ആരോപിച്ചാണ് പ്രതിഷേധം ഉയർന്നിരിക്കുന്നത്. നേതാക്കൾ എല്ലാം, പ്രതിപക്ഷ നേതാക്കളെല്ലാം സർക്കാരിനെതിരെയും ആരോഗ്യമന്ത്രിക്കെതിരെയും വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ, ആരോപണങ്ങൾ ഉന്നയിച്ചു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ പ്രതിപക്ഷ യുവ സംഘടനകൾ തെരുവിലേക്ക് പ്രതിഷേധവുമായി ഇറങ്ങിയിരിക്കുന്നത്. ആരോഗ്യമന്ത്രി രാജിവെക്കൂ. മനുഷ്യരക്തം കുടിക്കുന്നവളെ, മനുഷ്യരക്തം കുടിക്കുന്നവളെ, ഇല്ല ഇല്ല മാപ്പില്ല, തിരുവനന്തപുരത്ത് KSUവിന്റെ പ്രതിഷേധമാണ്. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ ഓഫീസിലേക്കാണ് KSU പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തിയിരിക്കുന്നത്. ഇപ്പോൾ നിലത്ത് കുത്തിയിരുന്നാണ് പ്രതിഷേധം നടത്തുന്നത്. KSUവിന്റെ മുതിർന്ന നേതാക്കൾ എല്ലാവരും തന്നെ ഈ ഒരു പ്രതിഷേധത്തിന് അവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ട ആ മുദ്രാവാക്യം ഉന്നയിച്ച് തന്നെയാണ് അവർ പ്രതിഷേധിക്കുന്നത്. റോഡിൽ കുത്തിയിരുന്നാണ് പ്രതിഷേധം. ബിനിൽ ലീല സാബുണ്ട് വിവരങ്ങളുമായി. ബിനിൽ, ആരോഗ്യമന്ത്രി രാജിവെക്കണം എന്ന ആവശ്യം ഉന്നയിച്ച് തന്നെയാണ് പ്രതിഷേധം ശക്തമാണ്, സംഘർഷഭരിതമാണ്. എന്തെല്ലാം മുദ്രാവാക്യങ്ങളാണ് അവർ ഉയർത്തുന്നത്? എന്ത് ആവശ്യം ഉന്നയിച്ചാണ് പ്രതിഷേധം ഇപ്പോൾ ശക്തമാക്കിയിരിക്കുന്നത്? ആവശ്യപ്പെട്ട് തന്നെയാണ് KSUവിന്റെ പ്രതിഷേധ മാർച്ച് അനക്സ് 2ലേക്ക് ആരോഗ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. KSU ജില്ലാ കമ്മിറ്റിയാണ് ഈ പ്രതിഷേധ മാർച്ച് ഇവിടേക്ക് നടത്തിയത്. അത് വലിയ സംഘർഷത്തിലേക്ക് നീങ്ങുകയാണ്. അതിൽ പ്രധാനമായും ഇതിന് ഉള്ളിലും ഈ അനക്സ് 2വിനെ ഉള്ളിലും പുറത്തുമായി വലിയ പോലീസ് സന്നാഹമുണ്ട്. ഇവിടേക്ക് പ്രതിഷേധ മാർച്ച് സംസ്ഥാനത്ത് പല സ്ഥലങ്ങളിലും പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടന, യുവജന സംഘടനയൊക്കെ പ്രതിഷേധം സംഘടിപ്പിക്കുന്നുണ്ട്. അതിനുശേഷം ഇവിടേക്ക് പ്രതിഷേധമുണ്ട് എന്നറിഞ്ഞ് വലിയ പോലീസ് സന്നാഹമാണ് ഇവിടേക്ക് എത്തിയിട്ടുള്ളത്. എന്തായാലും പ്രവർത്തകർ ഈ ഓഫീസ് കോമ്പൗണ്ടിനുള്ളിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചു. അത് പോലീസ് തടയുകയും ചെയ്തു. പിന്നീട് പോലീസുമായി വലിയ ഉന്തും തള്ളും ഇവിടെ ഉണ്ടായി. അതിനുശേഷമാണ് പ്രവർത്തകർ റോഡിൽ കുത്തിയിരുന്ന ഇവിടെ പ്രതിഷേധിക്കുന്നത്. എന്തായാലും നേരത്തെ വലിയ പ്രതിഷേധം മന്ത്രിയുടെ വസതിക്ക് മുമ്പിലുണ്ടായിരുന്നു. അവിടെ യൂത്ത് കോൺഗ്രസ് ആണ് പ്രതിഷേധിച്ചത്. അതിനുശേഷം അവിടേക്ക് യൂത്ത് ലീഗ് പ്രവർത്തകരും എത്തി. എല്ലാവരും ആരോപിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആവശ്യം, അല്ലെങ്കിൽ ആവശ്യപ്പെടുന്നത് മന്ത്രിയുടെ രാജി തന്നെയാണ്. പ്രത്യേകിച്ച്
കോട്ടയം മെഡിക്കൽ കോളേജിൽ വലിയൊരു ദുരന്തമുണ്ടായി. ആ ദുരന്തത്തിൽ ആദ്യഘട്ടത്തിൽ മന്ത്രിയുടെ പ്രതികരണത്തിൽ ആ കെട്ടിടത്തിനുള്ളിൽ ആരും ഉണ്ടായിരുന്നില്ല എന്നൊരു പ്രതികരണമാണ്. അല്ലെങ്കിൽ ഉണ്ടായിരുന്നവർക്ക് ചെറിയ പരിക്ക് മാത്രമായിരുന്നു, മറ്റാരും കുടുങ്ങിയിട്ടില്ല എന്നുള്ളതായിരുന്നു. പ്രത്യേകിച്ച് ആവർത്തിച്ച് ഒരാൾ പറയുന്നുണ്ട് തന്റെ ഭാര്യ കുടുങ്ങിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ അപ്പോൾ പോലും മന്ത്രി പറയുന്നത് കിട്ടിയ വിവരം അനുസരിച്ച് ആരുമില്ല എന്നുള്ളതായിരുന്നു. പക്ഷേ പിന്നീടാണ് ഒരു സ്ത്രീ അതിൽ കുടുങ്ങുകയും മരിക്കുകയും ചെയ്തെന്ന വാർത്ത പുറത്തേക്ക് വരുന്നത്. എന്തായാലും അതിനുശേഷവും മന്ത്രി ന്യായീകരിക്കുകയാണ് എന്നാണ് പ്രതിപക്ഷ വിദ്യാർത്ഥി യുവജന സംഘടനകൾ പറയുന്നത്. അതുകൊണ്ട് ആ സ്ഥാനത്ത് മന്ത്രി ഇനി വീണ ജോർജ് തുടരാൻ അർഹയല്ല. അതുകൊണ്ട് എത്രയും വേഗം രാജിവെക്കണം എന്ന ആവശ്യമാണ് ഈ പ്രതിപക്ഷ വിദ്യാർത്ഥി യുവജന സംഘടനകൾ ആവശ്യപ്പെടുന്നത്. ഈ സമരം അല്ലെങ്കിൽ ഈ പ്രതിഷേധ പരിപാടികൾ, ഈ ആവശ്യമൊന്നും ഇവിടെ അവസാനിക്കുന്നതല്ല. ഇത് വരും ദിവസങ്ങളിലും മന്ത്രിയെ കരിങ്കൊടി കാണിക്കുന്നതടക്കം മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് സെക്രട്ടേറിയറ്റ് മാർച്ച് അടക്കം നടത്തുമെന്നാണ് പ്രതിപക്ഷ സംഘടനകൾ പറയുകയും ചെയ്തത്. എന്തായാലും ഇവിടേക്ക് പോലീസിന്റെ ജലപീരങ്കി ഉള്ള ആ വാഹനമൊക്കെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള വലിയ പോലീസ് വാഹനമൊക്കെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇതിനുശേഷവും തലസ്ഥാന നഗരിയിൽ വലിയ പ്രതിഷേധങ്ങൾ പ്രതിപക്ഷ വിദ്യാർത്ഥി യുവജന സംഘടന തീരുമാനിച്ചിട്ടുണ്ട്. യൂത്ത് ഫ്രണ്ട് 6:30 സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തും. മറ്റ് പ്രതിപക്ഷ സംഘടനകളും വൈകാതെ പ്രതിഷേധ മാർച്ചും ഈ ആവശ്യം ഉന്നയിച്ച്, പ്രത്യേകിച്ച് മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുള്ള ഈ പ്രതിഷേധ പരിപാടി, ആ മാർച്ച് പലയിടങ്ങളിലായി ആദ്യം നടത്തിയത് മന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്കാണ്, തൈക്കാട് ഹൗസിലേക്കാണ് മാർച്ച് നടത്തിയത്. നേരിയ തോതിൽ സംഘർഷത്തിലേക്ക് നീങ്ങുകയും ചെയ്തു. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് മാറ്റുകയും ചെയ്തതാണ്. അതിനുശേഷം പിന്നീട് യൂത്ത് ലീഗ് പ്രവർത്തകർ ഔദ്യോഗിക വസതിയിലേക്ക് എത്തി. അവിടെയും നേരിയ സംഘർഷത്തിലേക്ക് പോയി. പിന്നീട് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ് ചെയ്തത്. അതിനുശേഷമാണ് ഇപ്പോൾ KSU അനക് 2ലേക്ക്, അതായത് മന്ത്രിയുടെ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത്. രാജി ആവശ്യമാണ് പ്രധാനമായും ഉന്നയിച്ചത്. ഇപ്പോൾ എന്തായാലും KSUവിന്റെ ജില്ലാ പ്രസിഡന്റ് ഗോപു നെയ്യാർ സംസാരിക്കുകയാണ്. എന്തായാലും ഈ ആവശ്യങ്ങളാണ് പ്രധാനമായും KSU അടക്കമുള്ള അല്ലെങ്കിൽ പ്രതിപക്ഷ വിദ്യാർത്ഥി യുവജന സംഘടന ആവശ്യപ്പെടുന്നത്. മന്ത്രി രാജിവെച്ച് ഒഴിഞ്ഞു പോകണം. ഈ സ്ഥാനത്ത് മന്ത്രിക്ക് തുടരാൻ അർഹതയില്ല എന്നുള്ളതാണ് ഇവർ പറയുന്നത്. എന്തായാലും വലിയ പ്രതിഷേധം വരും മണിക്കൂറുകളിലും അല്ലെങ്കിൽ വരും ദിവസങ്ങളിലും വലിയ പ്രതിഷേധ പരിപാടികളിലേക്ക് പോകുമെന്നതിൽ തർക്കമില്ല. സ്വാതി. നമ്മളുയർത്തുന്നതായിട്ടുള്ള മുദ്രാവാക്യം കേരളത്തിലെ പരാജയത്തിലേക്ക് കേരളത്തിന്റെ ആരോഗ്യ വകുപ്പിനെ കൊണ്ടുചെന്നെത്തിക്കുന്ന ആരോഗ്യ വകുപ്പ് മന്ത്രി രാജിവയ്ക്കണമെന്നുള്ള ആവശ്യമാണ് KSU ഉയർത്തുന്നത്, കേരളത്തിലെ പ്രതിപക്ഷം ഉയർത്തുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ 9 വർഷക്കാലം കൊണ്ട് കേരളത്തിലെ ആരോഗ്യ വകുപ്പ് ICUവിലായിരുന്നുവെങ്കിൽ ഇപ്പോൾ ഈ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ കേരളത്തിലെ ആരോഗ്യ വകുപ്പ് വെന്റിലേറ്ററിലാണ് എന്ന യാഥാർത്ഥ്യം നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ വെന്റിലേറ്ററിലേക്ക് കേരളത്തിന്റെ ആരോഗ്യ വകുപ്പിനെ കൊണ്ടുചെന്നെത്തിച്ച ആരോഗ്യ വകുപ്പ് മന്ത്രി രാജിവെക്കാതെ ഈ പോരാട്ടത്തിൽ നിന്ന് നമ്മൾ പിന്നോട്ടില്ല എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു സമരമായി ഈ സമരം മാറുകയാണ്. പ്രിയപ്പെട്ടവരെ, ദീർഘിപ്പിക്കുന്നില്ല. ഈ സമരത്തെ അഭിവാദ്യം ചെയ്ത് സംസാരിക്കാൻ ഏറെ പ്രിയപ്പെട്ട കേരള വിദ്യാർത്ഥി യൂണിയന്റെ ഇന്ന് പോരാട്ടങ്ങളുടെ തെരുവീതികളിൽ നിന്ന് ഇന്ന് ഉച്ചക്കടക്കം കേരളത്തിലെ വിദ്യാർത്ഥികളോട് നീറുന്ന വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഈ ഫർണസിന കേന്ദ്രത്തിന് മുന്നിലേക്ക് കടന്നു വന്ന് KSUവിന്റെ പ്രതിഷേധ മാർച്ചാണ് തലസ്ഥാനത്ത്. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ വസതിയിലേക്കാണ് KSU ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തിയത്. മാർച്ച് കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയായിരുന്നു. ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണം എന്നുള്ളതാണ് അവർ ഉന്നയിക്കുന്നത്. അതുപോലെ തന്നെ കേരളത്തിന്റെ ആരോഗ്യ വകുപ്പ്, ആരോഗ്യരംഗം വെന്റിലേറ്ററിലാണ് എന്നതടക്കമുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ തന്നെയാണ് പ്രതിഷേധക്കാർ ഉന്നയിക്കുന്നത് എന്നുള്ളതാണ്. സംസ്ഥാനത്തൊട്ടാകെ വലിയ തരത്തിലുള്ള പ്രതിഷേധം ആണ് നടക്കുന്നത് എന്നുള്ളതാണ്. അല്പസമയം മുൻപ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സന്ദർശിച്ചതിന് ശേഷം, ഈ ഒരു അപകടം നടന്ന സ്ഥലം സന്ദർശിച്ചതിന് ശേഷം, മന്ത്രിമാരെ സന്ദർശിച്ചതിന് ശേഷം മടങ്ങിയപ്പോൾ മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കൊടി കാണിക്കുകയും ചെയ്തു. അതിൻ്റെ ദൃശ്യങ്ങൾ കൂടിയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ആൽവിൻ തോമസാണ് അവിടെ നിന്നും വിവരങ്ങളുമായി ചേരുന്നത്. ആൽവിൻ, സംസ്ഥാനമൊട്ടാകെ വലിയ തരത്തിലുള്ള പ്രതിഷേധം, വരും ദിവസങ്ങളിൽ വരും മണിക്കൂറിലൊക്കെ വൻ പ്രതിഷേധത്തിലേക്ക് നീങ്ങുകയാണ് ഈ ഒരു സംഭവത്തിൽ, ഈ ഒരു വിഷയത്തിൽ എന്നുള്ളതാണ്. അല്പം സമയം മുൻപ് ഇപ്പോൾ KSU പ്രവർത്തകർ പറഞ്ഞതുപോലെ ആരോഗ്യരംഗം വെന്റിലേറ്ററിലാണ് എന്നതടക്കമുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ, ആരോഗ്യമന്ത്രി രാജിവെക്കണം എന്നുള്ള ആവശ്യം ഉന്നയിച്ച് തന്നെയാണ് പ്രതിഷേധം നടക്കുന്നത്. അവിടെ ഇപ്പോഴും മന്ത്രിമാർ ഇക്കാര്യത്തിൽ കൂടിക്കാഴ്ച നടത്തുകയാണോ? കോട്ടയം മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ്? അവിടെ നിന്നുമുള്ള വിവരങ്ങൾ.
സ്വാതി, നമ്മളുള്ളത് ആരോഗ്യമന്ത്രിയും അതോടൊപ്പം തന്നെ കോട്ടയം ജില്ലയിലെ മന്ത്രിയായ VN വാസവനും ഉണ്ടായിരുന്ന ചർച്ചയിലേക്ക് മുഖ്യമന്ത്രി വന്ന കാഴ്ചയാണ് അല്പം മുമ്പ് കണ്ടത്. അതിനുശേഷം മുഖ്യമന്ത്രി ഏതാണ്ട് 10 മിനിറ്റോളം ഇവരുമായി സംസാരിച്ചൊരു അവലോകന യോഗം ചേർന്ന ശേഷമാണ് മുഖ്യമന്ത്രി ഇവിടെ നിന്ന് മറ്റൊരു ഉദ്ഘാടന ചടങ്ങിലേക്ക് പോയിട്ടുള്ളത്. ഈ പോയപ്പോഴാണ് വലിയ തോതിലുള്ള പ്രതിഷേധം മുഖ്യമന്ത്രിക്കെതിരെയും ഉണ്ടായിട്ടുള്ളത്. നമുക്കറിയാവുന്നതുപോലെ ഇത്തരത്തിൽ രാവിലെ ഉണ്ടായ ഒരു സംഭവത്തിലുണ്ടായ വീഴ്ച, ആ വീഴ്ചയിൽ കൃത്യമായ ഒരു നടപടി ഉണ്ടാകണമെന്നുള്ളതാണ് പ്രതിപക്ഷത്തിൻ്റെ ആവശ്യം. പ്രതിപക്ഷ പാർട്ടികളൊക്കെയും തെരുവാകെ സമരത്തിലേക്ക് വ്യാപിപ്പിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. വരുന്ന മണിക്കൂറുകളിലും അത് ഉണ്ടാകുമെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെയൊക്കെ മുതിർന്ന നേതാക്കളൊക്കെയും കൃത്യമായി ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നു. AICC ജനറൽ സെക്രട്ടറി, പ്രതിപക്ഷ നേതാവ്, അതോടൊപ്പം തന്നെ കോട്ടയത്തുണ്ടായിരുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, മുതിർന്ന MLA ഒക്കെയുള്ള ആളുകൾ നിരന്തരം ഈ വിഷയമായി ഇന്ന് നിൽക്കുകയാണ്. ഈ വിഷയത്തിലുണ്ടായ വീഴ്ച, ആ വീഴ്ചയിൽ നടപടി ഉണ്ടാകണമെന്നുള്ളതാണ് അവർ പറയുന്നത്. അവിടെ ഒരു അപകടമുണ്ടായത് അത് ദൗർഭാഗ്യകരമായ ഒരു സംഭവമാണ്. എന്നാൽ ആ അപകടം ഉണ്ടാക്കാനുണ്ടായ കാരണം, അല്ലെങ്കിൽ ആ അപകടത്തിൽ ഒരു ഇരയുണ്ടാകാനുള്ള കാരണം, അത് എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളതാണ് ചോദ്യം. ആ പഴയ കെട്ടിടത്തിലേക്ക് എങ്ങനെ ആളുകൾ കടന്നു ചെന്നു എന്നുള്ളതാണ് ചോദ്യം. എന്തുകൊണ്ട് ആ കെട്ടിടത്തിന് അവിടെ ആളുകളെ കയറ്റാതെ തടയിട്ടില്ല എന്നുള്ളതാണ് ചോദ്യം. അതൊരു വലിയ ഗുരുതരമായ ചോദ്യമായി തന്നെ നിൽക്കുന്നു. അതിൽ മറുപടി പറയേണ്ടത് മെഡിക്കൽ കോളേജിൻ്റെ അധികാരികളുമാണ്. അതോടൊപ്പം തന്നെയാണ് ഈ അപകടമുണ്ടായുവെങ്കിൽ ആ ദൗർഭാഗ്യകരമായ സംഭവത്തിന് ശേഷം ഒരു റെസ്ക്യൂ ഓപ്പറേഷൻ, രക്ഷാപ്രവർത്തനം നടത്തുന്നതിൽ ഏറ്റവും അമാന്തം ഉണ്ടായി എന്നുള്ളതാണ് അവിടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെയും പറഞ്ഞത്. പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കളും പ്രവർത്തകരുമൊക്കെ അവിടെ തന്നെ രാവിലെ വലിയ പ്രതിഷേധം അവർ സംഘടിപ്പിക്കുന്നത് നമ്മൾ കണ്ടു. എന്തുകൊണ്ട് ആ കെട്ടിടം ഇടിഞ്ഞു വീണ സമയത്ത് ഉടൻ തന്നെ അതിനുള്ളിൽ ആളുണ്ട് എന്ന തരത്തിലുള്ള എന്തായാലും വലിയ തരത്തിലുള്ള പ്രതിഷേധം നടക്കുന്നു ഈ കാര്യത്തിൽ എന്നുള്ളതാണ്. ഒരുപാട് സംഭവ വികാസങ്ങൾ ഇതിനെ തുടർന്ന് ഇപ്പോൾ ഇന്ന് രാവിലെയാണ് ഈ ഒരു അപകടം സംഭവിച്ചത്. എന്നാൽ അതിന് പിന്നാലെ വലിയ തരത്തിലുള്ള പ്രതിഷേധം. ആരോഗ്യമന്ത്രിയും VN വാസവനും കൂടിക്കാഴ്ച നടത്തുന്നു. അവിടേക്ക് മുഖ്യമന്ത്രി എത്തുന്നു. സംസ്ഥാനത്തിന്റെ പല ഭാഗത്തും പ്രതിപക്ഷ യുവ സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നു. ആ പ്രതിഷേധങ്ങളെല്ലാം കനക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്.